വീണ്ടും തുടരുന്നുണ്ട്. കല്ലു ആ ഊട്ടുപുരയിൽ നിന്ന് ഇറങ്ങാനുള്ള ഉദ്ദേശമില്ലാന്ന് തോന്നുന്നു. എന്താണ്? അതെ, ഈ കലോത്സവ വേദിയുടെ നമ്മള് കലവറ എന്ന് പറയാം, കലവറയിലെ ശരിക്കുള്ള കലവറയിലാണ് ലല്ലു ചേട്ടൻ നിൽക്കുന്നത്. ലല്ലു, എന്താണ് ഈ 30,000 ഇഡലി എന്നൊക്കെ പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ 30,000 ഇഡലിയും തീർക്കണമെന്നുള്ള ലക്ഷ്യം വല്ലതും ഉണ്ടോ അവിടെ? എൽദോ, ഈ ഭക്ഷണം ഒരു സൈഡിൽ ഒരു വശത്ത് ഇവിടെ ഭക്ഷണം വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ നല്ല ഇഡലിയും നല്ല സാമ്പാറും ചായയും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഊട്ടുപുര സജീവമാക്കി നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ ഊട്ടുപുരയുടെ ചൊല്ലിടം എന്ന ഒരു സ്ഥലത്താണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഊട്ടുപുരയ്ക്ക് ഇതിന് വേറെ പേരുണ്ട്. നമ്മൾ ചൊല്ലിടത്തിലുള്ള നമ്മുടെ അനൗൺസർ ചേട്ടനാണുള്ളത്. വളരെ രസകരമായി വളരെ സജീവമായി ഈ ഊട്ടുപുരയെ നിലനിർത്തുന്ന ഒരാളാണ്. ചേട്ടൻ പേരെന്താ? എന്റെ പേര് എം ആർ ഷാ. വീട് എവിടെയാണ്? വീട് കൊല്ലം ജില്ലയിലെ കുമ്പളം. കുണ്ടറക്കാരനാണ്. ഞാനും ചെറിയൊരു കുണ്ടറക്കാരനാണ്. ഇത് ചൊല്ലിടം എന്ന് പറയുന്ന അനൗൺസ്മെന്റ് സ്ഥലമാണ്. ഇതേപോലെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ് ഇവിടെ? ഭരണഭാഷ മാതൃഭാഷയാണല്ലോ. അപ്പോ കലോത്സവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലോത്സവം മുതൽ ഞങ്ങൾ വിളിച്ചു ചൊല്ലുന്നത് ഞങ്ങളുടെ സംഘടനയ്ക്ക് മറ്റേ കാര്യപരിപാടികളുടെ ചുമതല കിട്ടിയപ്പോൾ സംഘടനയുടെ പേര് ആഞ്ഞടിച്ചു, ഒരു പ്രശ്നമില്ല. സംഘടനയുടെ പേര് KPSCA ജില്ലാതലത്തിൽ കാര്യപരിപാടികളുടെ ചുമതല കിട്ടിയ അതുമുതൽ പൂർണ്ണമായും വിളിച്ചു ചൊല്ലലുകൾ മലയാളത്തിലാണ്. അതിനെപ്പറ്റി മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളുടെ പാചകപ്പുരയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് രസവതി എന്നാണ്. രസവതി എന്ന വാക്കിന്റെ അർത്ഥം അടുക്കള എന്നാണ്. അതുപോലെ രസവതി, രുചിയിടം, ചൊല്ലിടം എന്നൊക്കെ പേര് നൽകിയിട്ടുള്ള ഇതിന്റെ ലക്ഷ്യം ഭാഷ, മലയാള ഭാഷയുടെ പേരിൽ അഭിമാനിക്കേണ്ടവർ നമ്മളാണ്. അത് സാധ്യതപ്രായമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരം പേരുകളൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ ചോറ്, സാമ്പാർ, ഇഡലി, പുളിശ്ശേരിയല്ല മലയാളം ഉണ്ട്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും എന്തോ ഇതാണ് സംഭവം. നമ്മൾ വളരെ ഭരണഭാഷ മലയാളമായതുകൊണ്ട് തന്നെ ആ മലയാളത്തിന്റെ കീർത്തി, മലയാളത്തിന്റെ പ്രാധാന്യം എല്ലാ സ്ഥലത്തേക്കും എത്തണം എന്ന് അവരുടെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരുടെ സംഘടന, അധ്യാപക സംഘടന, ഈ ഭക്ഷണത്തിന്റെ ചുമതലയുള്ള അധ്യാപക സംഘടനയാണ് KPSC എന്ന് തോന്നുന്നു. KPSC ആണ്. കേരള പ്രദേശ് കോൺഗ്രസ് സംഘടനയാണ്. അവരുടെ പ്രവർത്തകരാണ്. വളരെ സജീവമായി ഈ കാര്യങ്ങളിലെല്ലാം ഉള്ളത്. എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ ഈ അനൗൺസ്മെന്റ് പരിപാടിയായിട്ടുള്ളതാണ്. ഒരു 2013 ചടയമംഗലത്ത് നടന്ന കലോത്സവത്തിൽ പൂർണ്ണമായും 4 ദിവസവും വിളിച്ചു ചൊല്ലിയത് മലയാളത്തിൽ തന്നെയാണ്. അത് വളരെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ആ വിളിച്ചു ചൊല്ലൽ, അദ്ദേഹത്തിന്റെ വിളിച്ചു ചൊല്ലലും ആ അനൗൺസ്മെന്റും ഒന്ന് പ്രേക്ഷകർക്ക് കേൾക്കാനുള്ള താല്പര്യമുണ്ടാകും. വളരെ ആവേശകരമാണ്, വളരെ രസകരമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മലയാള ഭാഷ കേൾക്കുന്നതിന്റെ ഒരു സുഖം നമുക്ക് പ്രേക്ഷകരെ കൂടി അത് കേൾപ്പിക്കാമെന്നാണ് കരുതുന്നത്. ചേട്ടാ ഒന്ന് അനൗൺസ് ചെയ്തിട്ട്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭക്ഷണപുരയായ രുചിയിടത്തിലേക്ക് എത്തിയ ഏവർക്കും സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപുര രസവതിയിൽ തയ്യാറാക്കിയ വിശിഷ്ട ഭോജ്യങ്ങൾ ഞങ്ങൾ രുചിയിടത്തിൽ നിങ്ങൾക്കായി വിളമ്പി നൽകുന്നു. രുചിയിടത്തിലെ വ്യത്യസ്തങ്ങളായ ഭക്ഷണപുരകൾ കൊല്ലം ജില്ലയിലെ പ്രസിദ്ധങ്ങളായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങളും ജലാശയങ്ങളും ഒക്കെ അടങ്ങിയ പേരുകളാണ് ഞങ്ങൾ ഭക്ഷണപുരയ്ക്ക് നൽകിയിട്ടുള്ളത്. അഷ്ടമുടി, കവി കുരീപ്പുഴ ശ്രീകുമാരനെ കൊണ്ട് ഇഷ്ടമുടിയെ വർണ്ണിച്ചത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയെ വരികളിലേക്ക് ആവാഹിച്ച വയലാർ, തിരുനെല്ലൂർ കരുണാകരൻ, ഇവരെയൊക്കെ ഇത്തരണത്തിൽ സ്മരിക്കാം. അഷ്ടമുടിയുടെ പേരിൽ ഞങ്ങൾ ഒരുക്കിയ ഭക്ഷണപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. അഷ്ടമുടി നിറഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അടുത്തതായി നിങ്ങൾക്ക് ജടായുപ്പാറയിലേക്ക് പോകാം. ജടായുപ്പാറ കൊല്ലം ജില്ലയിലെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പേരാണ് ജടായുപ്പാറ. പക്ഷിശ്രേഷ്ഠനായ ജടായു രാവണനോട് ഏറ്റുമുട്ടിയ സ്ഥലം. നിങ്ങൾക്ക് ജടായുപ്പാറയിലേക്ക് സ്വാഗതം. ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് ജടായുപ്പാറയിലേക്ക് പോകാം. സാമ്പ്രാണിക്കോടി കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം.
അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കാമെന്നുള്ളതാണ് സാമ്പ്രാണിക്കൊടിയിലെ ഏറ്റവും സവിശേഷകരമായ കാര്യം. ഇതാണ് സഞ്ചാരികളെ സാമ്പ്രാണിക്കൊടിയിലേക്ക് ആകർഷിക്കുന്നത്. വളരെ നന്ദി ചേട്ടാ. എൽദോ, ഇതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മലയാള ഭാഷയുടെ ആ ഒരു സൗന്ദര്യം. മലയാള ഭാഷ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഇടം. തീർച്ചയായും നമ്മൾ ഈ പാചകപ്പുര ഭക്ഷണശാല എന്നൊക്കെ പറയുമ്പോൾ അവിടെ തുടർച്ചയായി അനൗൺസ് ചെയ്യണം. ഇങ്ങനെ 5 ദിവസം തുടർച്ചയായി ഇത്തരത്തിൽ ജഡായിപ്പാറയിലും അഷ്ടമുടിയിലും സാമ്പ്രാണിക്കൊടിയിലുമൊക്കെ ആളുകൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പഴയടം മോഹന നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള 80 അംഗ സംഘമാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. ഭക്ഷണം വിളമ്പാൻ അധ്യാപകരാകാൻ പരിശീലിക്കുന്ന വിദ്യാർത്ഥികളുമെല്ലാം ഉണ്ട്. വളരെ സജീവമാണ് കൊല്ലത്തെ ഊട്ടുപുര. ഓക്കെ, ലല്ലിച്ചേട്ടനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എൽദോ, ആ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഈ ഭക്ഷണം കൃത്യമായിട്ട് ഓരോ ഭക്ഷണം എവിടെ കിട്ടുന്നു, എങ്ങനെ കിട്ടുന്നു എന്ന് വരുന്ന ആളുകൾക്ക് അറിയാം. അതിനോടൊപ്പം തന്നെ ഈ കൊല്ലത്തെ അടുത്തറിയാൻ കൂടി ആ അനൗൺസ്മെന്റിലൂടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ കേന്ദ്രങ്ങളും ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ എല്ലാവരെയും ആ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു അനൗൺസ്മെന്റ് കൂടിയാണ്. അതാണ്